Dear students, welcome to iLearn IAS Ignite Daily News Analysis for 27th October 2025. അതിന് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ന്യൂസ് അനാലിസിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. എൻ്റെ പേര് നവനീത് ചന്ദ്രൻ, ഈ ഫൗണ്ടേഷൻ ടീമിലത്തെ ഒരു മെമ്പറാണ്. ഓക്കെ, നമുക്ക് എന്നാലും സ്റ്റാർട്ട് ചെയ്യാം. ഇതിലെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇന്ന് 8 ആർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്നൊരു സിലബസ് കണക്ഷൻ ചെയ്ത് ഞാൻ സംസാരിക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇതിൻ്റെ ഓരോ ആർട്ടിക്കിളിലേക്കും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, ഇതിൽ വരുന്നത് വെച്ചാൽ ഫസ്റ്റത്തെ ആർട്ടിക്കിൾ ഇപ്പം നമ്മുടെ GS3 എൻവയോൺമെൻറ്റിൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ രീതിയിൽ വരുന്നൊരു ആർട്ടിക്കിളാണ്. ഓക്കെ, അതിൽ വെച്ചാൽ IUCN വെസ്റ്റേൺ ഗട്ട്സിന് റെഡ് ഫ്ലാഗ് ചെയ്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്. സെക്കൻഡ് വെച്ചാൽ ഇപ്പം ട്രസ്റ്റ് വേഴ്സസ് ഫേക്ക് റിയാലിറ്റി പറഞ്ഞുകൊണ്ട് ഇപ്പം AI ഫീൽഡ്, അതിനകത്തുള്ള റെഗുലേഷൻസ് കാര്യങ്ങൾ അതൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത്. AI എങ്ങനെ റെഗുലേറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ വരുന്നത് വെച്ചാൽ സെയിം AI റെഗുലേഷൻ തന്നെ, പക്ഷേ എങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സെഗ്മെൻറ്റ്, ഇപ്പോൾ നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അവരെങ്ങനെ കുറച്ചുകൂടി നമ്മുടെ ഇലക്ഷൻ്റെ കേസിലേക്ക് വരുമ്പോൾ എങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് അപ്രോച്ച് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ ഇവിടെ വരുന്നത്. ഓക്കെ, ഫോർത്ത് വൺ എന്ന് വെച്ചാൽ ഒരു എഡിറ്റോറിയലാണ്. അത് GS3 വരുന്നതാണ്. GS3 വെച്ചാൽ സയൻസ് ആൻഡ് ടെക്നോളജീൻ്റെ പാർട്ടായിട്ട് വരുന്ന ഇതാണ്. ആ ഒരു പുരസ്കാരങ്ങളും അതിനെങ്ങനെയൊക്കെയാണ് അതിൻ്റെ അപ്രോച്ച് കണ്ടിന്യൂ ചെയ്യേണ്ടത്. സെയിം ടൈം ഒരു ഗവേണൻസിൻ്റെ രീതിയിലും ഒരു ആംഗിൾ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് നോക്കാം. പിന്നെ വരുന്നത് വെച്ചാൽ ജപ്പാൻ്റെ ഇന്ത്യ GS2 IR ഇതിൽ വരുന്നതാണ്. അതിൽ വെച്ചാൽ ഇന്ത്യ ജപ്പാൻ റിലേഷൻസ്, കൂടാതെ ഇന്ത്യൻ ഡയസ്പോറൊക്കെ അവിടെ ഉള്ളതും ഒക്കെ ഒരു കണക്ഷൻ അവിടെ ഈ ഒരു ആർട്ടിക്കിൾ വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് നോക്കാം. ഫൈൻ. പിന്നെ വരുന്നത് വെച്ചാൽ ഇന്ത്യ ആസിയാൻ്റെ ഇതൊക്കെയാണ്. അതിലെന്താ നമുക്കറിയാം, GS2 IR തന്നെ എന്താ ബൈലാറ്ററൽ റീജിയൻ ഗ്ലോബൽ ഗ്രൂപ്പിംഗ്സിന് ആ ഒരു ഏരിയയിലാണ് വരുന്നുണ്ടാവും ഇന്ത്യ ആസിയാൻ്റെ കാര്യങ്ങൾ. അതിൽ പ്രധാനമന്ത്രിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, ഇതൊക്കെ അവിടെ പറയുന്നുണ്ട്. ഫൈൻ. പിന്നെ വരുന്നത് വെച്ചാൽ ആസിയാനിൽ പുതിയൊരു നേഷൻ വന്നു, ഈസ്റ്റ് ടിമോർ എന്ന് പറഞ്ഞിട്ട്. അത് ആ ഒരു നേഷൻ എന്തുകൊണ്ട് നമ്മുടെ GS ൽ തന്നെ പ്രിലിംസിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ എന്താ പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഈ പ്ലേസസിൻ്റെ കണക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു രീതിയിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഫൈൻ. പിന്നെ ലാസ്റ്റ് വരുന്നത് വെച്ചാൽ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത്, ഇപ്പോൾ റീസെൻ്റ് നടന്ന മൻ കി ബാത്തിൽ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, പല എക്സാമ്പിൾസ്, ആനിവേഴ്സറീസ് കാര്യങ്ങളൊക്കെ, ഇതൊക്കെ അവിടെ വരുന്നത്. നമുക്ക് അതും നോക്കാം. ഓക്കെ, ബേസിക്കലി ഇതൊക്കെയാണ് മെയിൻലി ഇന്നത്തെ ദിവസത്തെ ആർട്ടിക്കിളിൽ വരുന്ന കാര്യങ്ങൾ. ഓരോന്ന് എന്തൊക്കെയാണ് നമുക്ക് ഡയറക്റ്റ് ഡീറ്റെയിൽ നോക്കാം. ഫൈൻ. ഫസ്റ്റ് വെച്ചാൽ വെസ്റ്റേൺ ഗട്ട്സിനെ നമ്മൾ എന്ത് ചെയ്തു, ലൈക്ക് IUCN സിഗ്നിഫിക്കൻറ്റ് കൺസേൺ രീതിയിലൊരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എവിടെ കൊണ്ടുവന്നത് വെച്ചാൽ IUCN ലൈക്ക് വേൾഡ് ഹെറിറ്റേജ് ഔട്ട്ലുക്ക് എന്ന റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടിലാണ് അവർ വെസ്റ്റേൺ ഗട്ട്സിനെ സിഗ്നിഫിക്കൻറ്റ് കൺസേണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായത്. അത് വെസ്റ്റേൺ ഗട്ട്സ് മാത്രമല്ല, സെയിം ടൈം ആസാമിൽ മനസ് നാഷണൽ പാർക്കും വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസൊക്കെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബേസിക്കലി എന്താണ് ആ IUCN റിപ്പോർട്ട് പ്രകാരമുള്ള ഡാറ്റാസ് കാര്യങ്ങൾ. ഇപ്പം ഇവിടെ പറയുന്നതാണെങ്കിൽ ആക്ച്വലി സൗത്ത് ഏഷ്യനകത്ത് തന്നെ എന്താ പറയുക 228 സൈറ്റുകൾ ഇവിടെ അസസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ 2014 തൊട്ട് 63% ഇതിനകത്ത് പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ 2025 ആയപ്പോഴേക്കും എന്ത് കാണുന്നത്, 57% മാത്രമേ ആ ഒരു പോസിറ്റീവ് കൺസർവേഷൻ ഔട്ട്ലുക്ക് കാണുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ പറയുമ്പോൾ നമ്മുടെ ആ ഒരു കൺസർവേഷൻ മെഷേഴ്സ് കാര്യങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെയാണ് ആ ഒരു റിപ്പോർട്ട് പ്രധാനമായി സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് വെച്ചാൽ കണ്ടോ, IUCN റിപ്പോർട്ട് ശരിക്കും എന്താ, നമ്മൾ എന്തൊക്കെയാണ് നീഡ് ടു ടേക്കൺ ടു ഇംപ്രൂവ് ദ കൺസർവേഷൻ ഔട്ട്ലുക്ക് ആൻഡ് ഷോ ദ ലോങ് ടേം കൺസർവേഷൻ ഓഫ് ഓൾ സൈറ്റ്സ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സൈറ്റിൽ ആ ഒരു മെഷേഴ്സ് എടുക്കുന്നുണ്ടാവുമല്ലോ, അതെങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട്, അതിൻ്റെ എഫക്റ്റീവ്നെസ് എന്തൊക്കെയാണ്, എന്തെങ്കിലും മാറ്റം ചെയ്യാനുണ്ടെങ്കിൽ അതെന്തൊക്കെ മാറ്റം ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ടാവാം. ഓക്കെ, ആ റിപ്പോർട്ടിനകത്ത്. പിന്നെ നോക്കുന്നത് വെച്ചാൽ ലൈക്ക് ഇന്ത്യൻ്റെ കേസ് നോക്കുമ്പോൾ ഇപ്പം ഇവിടെ പറയുന്നത് വെച്ചാൽ ഇന്ത്യ മാത്രമല്ല, ഇവിടെ തന്നെ സൗത്ത് ഏഷ്യയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുമ്പോൾ ഈ റോഡ്സ്, റെയിൽ റോഡ്സ്, അങ്ങനത്തെയുള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. കൂടാതെ ഇപ്പം ഫോറസ്റ്റ് ഫയേഴ്സ്, ഹണ്ടിങ്, റോഡ് കിൽ, വേസ്റ്റ് ഡിസ്പോസൽ, എൻക്രോച്ച്മെൻറ്റ്, ഇല്ലീഗൽ ലോഗിങ്, ഈ പല പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ത്രെഡ്സ് ആയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഈ കൺസേൺ, ഈ ഒരു 57% കൺസർവേഷൻ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ, പോസിറ്റീവ് ഔട്ട്ലുക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ പല ത്രെഡ്സ് ആയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫൈൻ. പിന്നെ വെച്ചാൽ ഇവിടെ നമുക്ക് പറയുന്ന കാരണം വെച്ചാൽ വേറെ ഇന്ത്യയിൽ തന്നെ ഇപ്പം ഏഷ്യൻ സൈറ്റ്സിൽ 32 സംസാരിക്കുന്നുണ്ട്. അതിൽ ഗുഡ് വിത്ത് സം കൺസേൺസിൽ പറയുമ്പോൾ എന്തൊക്കെയുണ്ട്, ഇപ്പോൾ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്, കാസിരംഗ നാഷണൽ പാർക്ക്, കേലോദിയ നാഷണൽ പാർക്ക്, നന്ദാദേവി, ഇതൊക്കെ അതിൽ വരുന്ന കാര്യങ്ങളാണ് ഗുഡ് വിത്ത് സം കൺസേൺസിനകത്ത്. ഇതൊക്കെ നമുക്ക് വെച്ചാൽ ഈ ഒരു നാഷണൽ പാർക്ക് നമ്മുടെ GSൻ്റെ ലൈക്ക് പ്രിലിംസൊക്കെ വരുമ്പോൾ
എൻവയോൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ, നാഷണൽ പാർക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ വെച്ചേക്കേണ്ടി വരും കേട്ടോ. പിന്നെ വരുന്നത് വെച്ചാൽ കാഞ്ചൻജംഗയാണെങ്കിൽ സിക്കിമിൽ തന്നെ ഗുഡ് എന്നൊരു കാറ്റഗറിയിൽ വരുന്നത്. ഫൈൻ. പക്ഷേങ്കിൽ നമുക്കിപ്പം ഇവിടെ സംസാരിച്ചു വെസ്റ്റേൺ ഗട്ട്സ് എന്തുകൊണ്ടാണ് ആ ഒരു സിഗ്നിഫിക്കൻറ്റ് കൺസേൺ രീതിയിലേക്ക് വരുന്നത്. അതാണ് മെയിൻലി ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമ്മളിവിടെ തന്നെ ഈ IUCN റിപ്പോർട്ട് പ്രകാരം പറയുന്നത് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ച്, ടൂറിസം ആക്ടിവിറ്റീസ്, ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്, ഈ റോഡ്സ് കൺസ്ട്രക്ഷനൊക്കെയാണ് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ഒരു ഇത് വരുമ്പോഴുള്ള എന്താ പറയുക റീസൺസായി കാണിക്കുന്നത്. റീസൺസ് വരുന്നതിൽ എന്താണ് നമ്മുടെ ഈ ഒരു വെസ്റ്റേൺ ഗട്ട്സിൻ്റെ കേസ് നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കേസ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഹൺഡ്രഡ്സ് ഓഫ് ഹൈഡ്രോ പവർ പ്രൊജക്ട്സുകൾ ഇതിനകത്ത് വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഏരിയാസിൽ. അതിൽ തന്നെ ഇപ്പം 5,143 കോടി പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിൽഹല്ല പമ്പ്ഡ് സ്റ്റോറേജ് ഹൈഡ്രോളിക് പ്രൊജക്റ്റുകൾ നീലഗിരിയിൽ വരുന്നതാണ്. ആ ഒരു പ്രൊജക്റ്റ് ഇവിടെ വരുന്നുണ്ട്, വെസ്റ്റേൺ ഗട്ട്സിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻസ് ഇവിടെയുണ്ട്. സെയിം ടൈം അത് വരുന്നത് വെച്ചാൽ ഈ റിവർ സിൽഹല്ല, റിവർ കുന്ദ, ആ ഒരു റിവറിൻ്റെ ആ ഒരു പാർട്ടിൽ ഇത് വരുന്നത്, ഈ ഒരു പ്രൊജക്റ്റ് വരുന്നത് ഹൈഡ്രോളിക് പവർ പ്രൊജക്റ്റ്. ഇതെന്ന് വെച്ചാൽ 1000 മെഗാവാട്ട് പവർ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനാണത്. ഓക്കെ, ഫൈൻ. പിന്നെ വരുന്നത് വെച്ചാൽ ഇപ്പം നമ്മുടെ ടൂറിസത്തിന് കേസ് പറഞ്ഞു, ഈ ഇൻഫ്രാസ്ട്രക്ചർ അല്ലാതെ ടൂറിസം പറഞ്ഞു. ടൂറിസം വരുന്നതാണെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പം നമുക്ക് മനസ്സിലാവും. ഇപ്പം ഒരു ആൾക്കാർ അവിടേക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളുണ്ടാക്കും, അതിൻ്റെ പല കാര്യങ്ങളുണ്ടാവും, മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആ നോർമൽ പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ടാവും കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പം ടൂറിസം ക്രിയേറ്റിംഗ് പ്രോബ്ലംസ് ഓഫൺ ഗാർബേജ് ഇഷ്യൂസ് മെയിൻലി വരുന്നുണ്ടാവാം. ഓക്കെ, ഇത് വരുന്നത് വെച്ചാൽ ബാക്കിയുള്ള ആനിമൽസ് ഉണ്ടല്ലോ, ഇപ്പോൾ എലിഫൻസ് ആയാലും മങ്കീസ് ആയാലും അങ്ങനെ പല ആനിമൽസിനും ഈ ഒരു ലൈക്ക് അവർക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഇവിടെ ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫൈൻ. പിന്നെ വരുന്നത് വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇഷ്യൂസ് ആണ്. ഇപ്പം ആക്ച്വലി ഇപ്പം പ്ലാന്റേഷൻസിൻ്റെ ഇവിടെ നാച്ചുറൽ എക്കോസിസ്റ്റം റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ അത് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ ഒരു ഫോനാസ് അതൊക്കെ ഫോഴ്സായി മാറുന്നുണ്ട്, ഫോഴ്സ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂസൊക്കെ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക്, ആ ഒരു ലിവിങ്, ആ ഒരു ഹാബിറ്റാറ്റിനൊക്കെ ബാധിക്കുന്നുണ്ടാവും. ഫൈൻ. പിന്നെ വരുന്നത് വെച്ചാൽ ഇൻവേസീവ് സ്പീഷീസിൻ്റെ കാര്യങ്ങൾ ഇവിടെ മെയിൻലി അഫക്റ്റ് ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെ വരുന്നത് നമുക്കറിയാലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലും കാണുന്നുണ്ടാവും ഈ യുക്കാലിപ്സ് എന്ന് പറഞ്ഞിട്ട്, യുക്കാലിപ്സ്, അക്കേഷ്യ പോലത്തെ മരങ്ങൾ. അത് ആക്ച്വലി വരുന്നത് വെച്ചാൽ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന മരങ്ങളാണ്. ഇത് ആക്ച്വലി നമ്മുടെ ഈ നാട്ടിൽ തന്നെ കൊളോണിയൽ എറ ടൈമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ലൈക്ക് ആ ഒരു കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ അവിടെ സ്റ്റിൽ എക്സിസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻവേസീവ് സ്പീഷീസൊക്കെ നമ്മൾ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആ ഒരു പ്രശ്നങ്ങളായിട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്, പ്രത്യേകിച്ച് വെസ്റ്റേൺ ഗട്ട്സ് ഏരിയകളിൽ. ഓക്കെ, അത് മെയിൻലി ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ പറഞ്ഞ കാര്യം വെച്ചാൽ മെയിൻലി ഇപ്പം വെച്ചാൽ ഇതുണ്ടോ നാച്ചുറൽ വെഡർട്ടി സൈറ്റ്സ് ലെസ് ദാൻ 1% ഓഫ് എർത്ത് സർഫേസ് മാത്രമേ ഉള്ളൂ എങ്കിലും പക്ഷേ ഇതിൽ മോർ ദാൻ 20% എന്താ പറയുക ഗ്ലോബൽ സ്പീഷീസ് റിച്ച്നെസ്സിൻ്റെ കാര്യത്തിനകത്ത് ഒരു മോർ ദാൻ 20% ആ ഒരു കാര്യം വരുന്നുണ്ട്. ഫൈൻ. ഇതൊക്കെയാണ് മെയിൻലി ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ആക്ച്വലി ഇപ്പം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു PVK ക്വസ്റ്റ്യൻ ഉണ്ട് 2018 ക്വസ്റ്റ്യനകത്ത് പറയുന്നത് വെച്ചാൽ ഇത് ആക്ച്വലി ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ബയോഡൈവേഴ്സിറ്റി എങ്ങനെയൊക്കെയാണ് വേരി ചെയ്യുന്നത്, പിന്നെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2022 എങ്ങനെയാണ് കൺസർവേഷൻ എങ്ങനെ എഫക്റ്റീവായി ചെയ്യുന്നുള്ള ഹെൽപ്ഫുള്ളായി ചെയ്യുന്ന കാര്യം ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ വെച്ചാൽ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ കണക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഇപ്പം ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് കാര്യങ്ങൾ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. IUCN റിപ്പോർട്ട് പ്രകാരം വെസ്റ്റേൺ ഗട്ട്സ് ഇങ്ങനത്തെ ഒരു കൺസേൺസ് ഉണ്ട്, അതിൻ്റെ കാറ്റഗറി ഇങ്ങനെ സിഗ്നിഫിക്കൻറ്റ് കൺസേണിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഇവിടെ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ ഒരു ആൻസറൊക്കെ എഴുതുമ്പോൾ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ കാര്യം സ്പെസിഫിക്കലി എഴുതുമ്പോൾ ഈ കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇവിടെ ആഡ് ആക്കിയിട്ടുള്ളത്. ഫൈൻ. നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഈ ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ആക്ച്വലി MEITI മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി MEITI 2023 പ്രപ്പോസ് ചെയ്തിട്ടുള്ള IT റൂൾസിനകത്ത് ഒരു അമെൻമെൻറ്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ കാര്യങ്ങളാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ കോൺടെസ്റ്റ് വരുന്നത്. ആക്ച്വലി ഇത് വരുന്നത് ട്രസ്റ്റ് വേഴ്സസ് ഫേക്ക് റിയാലിറ്റി. എന്താ ട്രസ്റ്റ് പറയുമ്പോൾ ട്രസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ശരിക്കും സത്യമായിട്ടുള്ള കാര്യം, ആ ഒരു കാര്യങ്ങൾ വരുന്നത്. ഫേക്ക് റിയാലിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും ജനറേറ്റ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡീപ്പ് ഫേക്ക് കണ്ടന്റ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ഇത്. അപ്പം ശരിക്കും വെച്ചാൽ ആ ഒരു ട്രൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ, സത്യമായിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ ആ സെയിം സാധനം വിത്ത് വേഴ്സസ് ഫേക്ക് റിയാലിറ്റി, ക്രിയേറ്റ് ഫേക്ക് റിയാലിറ്റി. ഈ രണ്ടും നമ്മൾ വേഴ്സസ് ആ ഒരു കോമ്പറ്റീഷൻ, ആ സംതിങ് എന്താ പറയുക, അതിൻ്റെ ഒരു ചലഞ്ചാണ് ശരിക്കും ഈ ഒരു ആർട്ടിക്കിളിൽ എഡിറ്റോറിയലിനകത്ത് ആ ഒരു പേഴ്സൺ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഫൈൻ. ഇവിടെ വരുന്നത് വെച്ചാൽ ആക്ച്വലി ഇന്ത്യ ആ ഒരു ഗവേണൻസിനകത്ത് തന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ് ഒരു ട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ അപ്രോച്ച് എടുക്കണം അവർ സംസാരിക്കുന്നത്, എങ്കിലും മാത്രമേ ഈ ഒരു AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനകത്ത് ഇപ്പം ആക്ച്വലി ഈ ഒരു നമുക്ക് ശരിക്കും ഫേസ് ചെയ്യുന്നത് വെച്ചാൽ
എഐൻ്റെ ഒരുപാട് ഡീഫേക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സെയിം ടൈം ഇന്നോവേഷനെ ബാലൻസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഈ ഒരു ടെക്നോളജി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, ആ ഒരു കാര്യം കൂടെ സംസാരിക്കുന്നത്. ഓക്കെ, ഇവിടെ വരുന്നത് വെച്ചാൽ ആക്ച്വലി ഇന്ത്യ എന്നുള്ളൊരു ശരിക്കും ചാലഞ്ച് യൂണിക്കാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യ എന്നുള്ള രാജ്യം എന്തുകൊണ്ടാണ് ഒരു ഡിഫറൻസ് വരുന്നത്, അതിൻ്റെ ഡൈവേഴ്സിറ്റി ഉണ്ടാകും. ഡിജിറ്റൽ പോപ്പുലേഷൻ ആയാലും മൾട്ടി ലിംഗ്വൽ ആയതുകൊണ്ടും പിന്നെ കൂടാതെ സോഷ്യൽ മീഡിയ ഒരുപാട് ന്യൂസിൽ റിലയൻറ്റ് ചെയ്യുന്നതുകൊണ്ടും അതിനകത്ത് ഒരുപാട് രീതിയിൽ ഡിഫറൻസ് ഉണ്ട്. ഒരുപാട് ഡിജിറ്റൽ പോപ്പുലേഷൻ ഭയങ്കര വാസ്റ്റ് ആണ്. ഈ ഒരു കാര്യത്തിനകത്ത് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിനകത്ത് ഒരു കാര്യം കൊണ്ടുവരിക, ആ രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇപ്പം ഇവിടെ കൊടുത്തിട്ടുള്ള പ്രപ്പോസ് ചെയ്തിട്ടുള്ള അമെൻമെൻറ്റ് കാര്യങ്ങളുണ്ടല്ലോ, ഇവിടെ ലൈക്ക് മെയ്റ്റി കൊടുത്തിട്ടില്ലേ, ആ കാര്യങ്ങൾ തന്നെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യം അനലൈസ് ചെയ്യുകയാണ് ഇവിടെ ഒരു ഓർഡർ ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ ആക്ച്വലി സിന്തറ്റിക്കൽ ജനറേറ്റഡ് ഇൻഫർമേഷൻ ആ ഒരു ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നത് വെച്ചാൽ ആ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് തന്നെ ഹോസ്റ്റ് ആയാലും ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ആയാലും അവർ ഈ ഒരു ലാബിൽ ചെയ്യാനുള്ള രീതി സംസാരിക്കുന്നുണ്ട്. ആക്ച്വലി ഇപ്പം ഒരു 10% വിഷ്വൽ സ്പേസ് വരുന്ന രീതിയിലും 10% ഓഡിയോ ഡിസ്ക്ലെയിമർ ആയിട്ടും ആ ഒരു കണ്ടന്റിന് കൊടുക്കുന്ന കാര്യങ്ങളോട് സംസാരിക്കുന്നത്. പിന്നെ വരുന്നത് വെച്ചാൽ ആക്ച്വലി ആ ഒരു ഓട്ടോമാറ്റ് ആയിട്ട് തന്നെ ആ ഒരു ഡിറ്റക്ഷൻ സിസ്റ്റംസ് കാര്യങ്ങളും മാൻഡേറ്റ് ചെയ്യണം, എങ്കിലും അത് യൂസർ ഡിക്ലറേഷൻ കൊടുക്കണം, ആ രീതിയിലൊക്കെ കാര്യങ്ങളോട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഫോർത്ത് വൺ എന്ന് വെച്ചാൽ സേഫ് ഹാർബർ സ്പേസ് കാര്യങ്ങൾ ഇന്റർമീഡിയറ്റ്സിനും ആ ഒരു ഇത് റിമൂവ് ചെയ്യാൻ, ഹാർംഫുൾ സിന്തറ്റിക് കണ്ടന്റ് റിമൂവ് ചെയ്യാൻ ഒരു കൊടുക്കണം, അല്ലെങ്കിൽ പിനലൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത്. അതൊക്കെയാണ് ഈ 4 കാര്യങ്ങൾ മെയിൻലി വരുന്ന ഡ്രാഫ്റ്റ് അമെൻമെൻറ്റ്സ് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ വരുന്നത് വെച്ചാൽ ആക്ച്വലി എന്താണ് ആ ഒരു ചലഞ്ച് പറയുന്നതാണ് ശരിക്കും ഇന്ത്യൻ്റെ പ്രശ്നങ്ങൾ വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ ഫസ്റ്റിന് പറഞ്ഞു ആക്ച്വലി ഇന്ത്യൻ്റെ ഡിജിറ്റൽ പോപ്പുലേഷൻ വാസ്റ്റ് ആയതുകൊണ്ട് ഒരു ചലഞ്ചും കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് പുറമെ പിന്നെ വരുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല, കാര്യം ഗ്രോത്തിന് ആവശ്യമുണ്ട്. സെയിം ടൈം ഗവേണൻസ് ശരിക്കും റൺ ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ആ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് വെച്ചാൽ ആക്ച്വലി ഇവിടെ സംസാരിക്കുന്നത് ആക്ച്വലി നമ്മൾ ഇതിനകത്തൊരു 3 പില്ലർ സൊല്യൂഷൻ പറയുന്നുണ്ട്. ഈ പുള്ളി പറയുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് വെച്ചാൽ ഒന്ന് ഫസ്റ്റ് വെച്ചാൽ വെരിഫിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. അതിൽ വെച്ചാൽ ഇപ്പം നമ്മളിപ്പം ആധാർ കാർഡ് ഉണ്ടല്ലോ, ആധാർ കാർഡ് ഒരു ഐഡൻറ്റിറ്റി കാർഡല്ലേ, അതുപോലെ സംതിങ് ഒരു ഗവേണൻസ് ഒരു പ്രൂവൻസ് ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യണം, ഡിജിറ്റലി ഒരു ക്രിയേറ്റ് ചെയ്യണമെന്ന് സംസാരിക്കുന്നത്. എങ്കിൽ മാത്രമേ വെരിഫിക്കേഷൻ ശരിക്കും അത് പ്രോപ്പറായി നടക്കാൻ വേണ്ടിയ രീതിയിലാണ് സംസാരിക്കുന്നത്. ഫൈൻ. പിന്നെ വരുന്നത് വെച്ചാൽ ടയേർഡ് ആയിട്ടുള്ള അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണമെന്ന് പറയുന്നത്. ടയേർഡ് അക്കൗണ്ടബിലിറ്റി വരുമ്പോൾ കാര്യം എന്ന് വെച്ചാൽ ആക്ച്വലി ഇതിനകത്ത് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരുമല്ലോ അവരോട് അക്കൗണ്ടബിലിറ്റിയോടെ കൊടുക്കുമ്പോഴും, ആ കാര്യങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് വെച്ചാൽ ലാസ്റ്റ് AI ലിറ്ററസി കൊണ്ടുവരാൻ എന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ആക്ച്വലി ഇപ്പം ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ട്, ഡിജിറ്റൽ ലിറ്ററസി ഉണ്ട്. സെയിം ടൈം AI കേസ് വരുമ്പോഴാണെങ്കിലും എന്തൊക്കെയാണ് കണ്ടന്റ് കാര്യങ്ങൾ, അങ്ങനെ രീതിയിൽ നമ്മുടെ സിറ്റിസൻസിന് ആ ഒരു സൊസൈറ്റിനെ തന്നെ എക്വിപ്പ് ചെയ്യാനുണ്ട്, ആ കാര്യങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, എങ്കിലും മാത്രമേ നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ്ലി ഈ ഒരു പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ലാസ്റ്റ് പുള്ളി പറഞ്ഞ വെച്ചാൽ ആക്ച്വലി ഇപ്പം ഈ ഒരു കേസിനകത്ത് ഇപ്പം ഇന്ത്യയിൽ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ ഈ ഒരു ഫോർമലൈസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ആയിട്ടുള്ള ഒരു ഒരു ഗവേണൻസ് സിസ്റ്റം ഇല്ല. അപ്പോൾ സെയിം ടൈം നമ്മൾ ഇന്ത്യ എന്നുള്ള കേസ് വരുമ്പോൾ ഇന്ത്യ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുകൊണ്ട് ഇന്ത്യ ഇതിനകത്ത് കുറച്ചുകൂടെ വേരിയസ് ആയിട്ടുള്ള കൺസൾട്ടൻസ് ഇവിടെ പറയുന്നുണ്ട്, ഒരു ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുക. ആ സെയിം ടൈം ട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്നെങ്കിലും മാത്രമേ ഇന്ത്യ ഒരു ഡെമോക്രസി റൺ ചെയ്യുന്നതുകൊണ്ടില്ല, ട്രസ്റ്റിനകത്തായതുകൊണ്ട്. സെയിം ടൈം അത് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു മസ്റ്റായിട്ടും സ്റ്റാർട്ടപ്പുകൾ, അക്കാദമിക്സ്, ടെക്നോളജിസ്റ്റ്, സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്സുകൾ ഇതിലൊക്കെ കൺസൾട്ട് ചെയ്തുകൊണ്ട് അവരെ ഒപ്പീനിയൻസ് കളക്ട് ചെയ്ത് ഡാറ്റ മനസ്സിലാക്കി എന്നിട്ട് വേണം ഈ ഒരു എത്തിക്കൽ ഗവേണൻസിൻ്റെ കാര്യത്തിനകത്ത് കുറച്ചും കൂടെ വേൾഡിൽ നിന്ന് ലീഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന രീതിയിലാണ് ആ പുള്ളി സംസാരിക്കുന്നത്. ഓക്കെ, ഇത് ബേസിക്കലി ആ ഒരു ഇന്ത്യ ഡിജിറ്റൽ പോളിസി കഴിഞ്ഞിട്ട് ഒരുപാട് മെച്ചൂർഡായിട്ട് മുമ്പോട്ട് പോകണം, ആ കാര്യങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് വെച്ചാൽ ജസ്റ്റ് ഒരു ആർട്ടിക്കിൾ സെയിം റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു AI റെഗുലേഷൻ ഞങ്ങൾ പറഞ്ഞല്ലോ, അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നമ്മുടെ ECI ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ബീഹാർ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ സെയിം ടൈം വരുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പം AI കൊണ്ട് ലൈക്ക്
ഒരു മിസ്ഇൻഫോർമേഷൻ പോലുള്ള കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം നമ്മളിപ്പം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൊണ്ടോ അവർ സംസാരിക്കുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടാവല്ലോ, എന്തൊക്കെയാണ് ഇവർ റിയൽ സംസാരിക്കുന്ന കാര്യമാണോ രീതിയിൽ. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതാണ് ശരിക്കും അവർ പറയുന്നത് വെച്ചാൽ ആക്ച്വലി ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ഇതുണ്ടോ, കണ്ടാമിനേറ്റിംഗ് ദ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇൻ ദ ഇലക്ട്രിക്കൽ അരീന. എന്ത് ഈ AI എന്നുള്ള യൂസേജ് വരുമ്പോഴുള്ള കാര്യമാണ് ഇവിടെ ലൈക്ക് ECI പറയുന്നത്. അപ്പോൾ ECI ഇവിടെ പ്രപ്പോസ് ചെയ്യുന്നത് വെച്ചാൽ ആക്ച്വലി ഇപ്പം നമ്മൾ ലാസ്റ്റ് സംസാരിച്ച പോലെ തന്നെ മെയ്റ്റ് കൊണ്ടുവന്ന അമെൻമെൻറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ പറയുന്നത് വെച്ചാൽ ഒരു 10% ഇതുണ്ടോ, 10% ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഏരിയയിൽ കൊടുക്കണം, ഡിസ്ക്ലെയിമർ രീതി കൊടുക്കണം. കൂടാതെ തന്നെ ഓഡിയോ കണ്ടന്റിലാണെങ്കിലും 10% ഡ്യൂറേഷൻ, ആ ഒരു സെക്കൻഡ്സിൻ്റെ ഒരു കണക്കിനകത്ത് കാര്യങ്ങൾ ഒരു എന്താണ് ഇത് ലേബൽ രീതിയിൽ കൊടുക്കണമെന്ന് സംസാരിക്കുന്നത്. ഇത് AI റിലേറ്റഡ് കണ്ടന്റ് ആണ്, AI കൊണ്ട് ജനറേറ്റ് കണ്ടന്റ് ആണ് രീതിയിൽ. ഓക്കെ, അതാണ് ശരിക്കും ഇവിടെ ന്യൂ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. സെയിം ടൈം ഇവിടെ തന്നെ ECI പറയുന്നതെന്ന് വെച്ചാൽ ഇത് എന്താ ഇവർക്ക് ഇത് ചെയ്യാൻ കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആരാണോ ചെയ്യുന്ന ആൾക്കാർ, ആ പ്ലാറ്റ്ഫോം, ആ ഒരു ഹോസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോം, അവർ ഇതിനകത്ത് കൊടുക്കണം, ആ ഒരു കാര്യങ്ങൾ കൊടുക്കണം എന്നാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഈ ഒരു ആൾക്കാരിലേക്ക് പോകുന്നുണ്ടാവും രീതിയിൽ ഒരു സംസാരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്കും ആ റെസ്പോൺസിബിലിറ്റി പോകുന്നുണ്ടാവും രീതി സംസാരിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് വെച്ചാൽ ആക്ച്വലി ഈ ഒരു ലേബലും കാര്യങ്ങളും എന്തായാലും കൊണ്ടുവരണം. ഇതിനൊപ്പം തന്നെ ലൈക്ക് ഈ ഒരു പാർട്ടികൾ ഈ ഒരു ഇതിൻ്റെ ഒരു ഇൻറ്റേർണൽ ഡോക്യുമെൻ്റ് പാർട്ടികളിലും കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട് ECI. കാര്യം വെച്ചാൽ എന്തൊക്കെയാണ് അവർ കൊടുത്തിട്ടുള്ള കണ്ടന്റുകൾ, ആ കാര്യങ്ങൾ ഒരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ലൈക്ക് ECI സംസാരിക്കുന്നത്. അതിവിടെ പറയുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ പിന്നെ അതിനൊപ്പം തന്നെ എന്താ മെറ്റാ ഡാറ്റ, ക്യാപ്ഷൻ, ആ കാര്യങ്ങളിലൊക്കെ ഈ ഒരു കണ്ടന്റ് AI റിലേറ്റഡ് കണ്ടന്റ് ആണെങ്കിൽ അത് കൂടെ ഇവിടെ മെൻഷൻ ചെയ്യണമെന്ന രീതിയിൽ പറയുന്നുണ്ട് ഈ ഒരു ECI കൊടുത്ത ആ ഒരു റൂൾസിനകത്ത്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ PYQ നോക്കിക്കഴിഞ്ഞാൽ ECIൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും. അതിൽ ഇപ്പം ഇവല്യൂഷൻ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്, സെയിം ടൈം എന്താ ഇപ്പം ട്രസ്റ്റ് വർത്തിനെസ് എൻഷുർ ചെയ്യാൻ എന്തൊക്കെയാണ് EVM ലൈക്ക് ECI ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു AI ഗവേണൻസ്, AIൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു സിറ്റുവേഷനകത്ത് എങ്ങനെ കുറച്ചും കൂടെ ആ ഒരു ഗവേണൻസ് ഇമ്പ്രൂവ് ചെയ്യാനും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ള കാര്യത്തിനകത്ത് വരുമ്പോൾ അതും കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു 2022 ഈ ഒരു PYQും ഇത് 18 PYQും കൂടി ആഡ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ഇതിലേക്ക് പോവാം. ഇത് വെച്ചാൽ ആക്ച്വലി GS3 SINTയിൽ അച്ചീവ്മെന്റ്സ് ഓഫ് ഇന്ത്യൻ സയൻസ് ആൻഡ് ടെക്നോളജി, സെയിം ടൈം ഗവേണൻസിൻ്റെ ഒരു റോൾ ഓഫ് സിവിൽ സർവീസ് ആൻഡ് ഡെമോക്രസി, ഈ ഒരു ഇതിനകത്ത് കണക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിലെന്ന് വെച്ചാൽ ആക്ച്വലി 2nd എഡിഷൻ ഓഫ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ നമ്മൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സെയിം ടൈം അതിൽ വരുന്നത് വെച്ചാൽ ഇപ്പം അതിൽ വിജ്ഞാൻ രത്ന, വിജ്ഞാൻ ശ്രീ, വിജ്ഞാൻ യുവ ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് ആൻഡ് വിജ്ഞാൻ ടീം അവാർഡ്, ഈ കാര്യങ്ങളാണ് ഇതിൽ കൊടുക്കുന്ന കാര്യങ്ങൾ. ഇപ്പം ഇതിലെന്ന് വെച്ചാൽ ഇപ്പം ഒരു പത്മ ലൈക്ക് മോഡലിൽ ഒരു എന്താ പറയുക നാഷണൽ ലെവലിൽ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് അങ്ങനെ കൊടുക്കുന്ന ഒരു അവാർഡാണ് കേട്ടോ ഈ ഒരു രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ അവാർഡുകൾ. ഇതിൽ വരുന്ന പക്ഷേങ്കിൽ പത്മ ലൈക്ക് മോഡൽ എന്ന് പറയുമ്പോൾ എന്താ കാര്യം, ഇവർ റെക്കഗ്നിഷനാണ് കൊടുക്കുന്നത്. പക്ഷേങ്കിൽ ഇവരിവിടെ ക്യാഷ് എമൗണ്ട് ആഡ് ആക്കിയിട്ടില്ല. അപ്പോൾ ക്യാഷ് കൊടുക്കാത്തുള്ളത് കൊണ്ടാണ് ആ ഒരു രീതിയിൽ ഇത് പത്മ ലൈക്ക് മോഡലാണ് പറഞ്ഞൊരു വേറൊരു കാര്യം കേട്ടോ. ഓക്കെ, ഇതിൽ വിജ്ഞാൻ രത്നയാണെങ്കിൽ കോൺട്രിബ്യൂഷൻസ് ഓവർ ദർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ആ ഒരു രീതിയിൽ കൊടുക്കുന്ന അവാർഡാണ്. സെയിം ടൈം ആ ഒരു വിജ്ഞാൻ ശ്രീ ആണെങ്കിൽ ഡിസ്റ്റിങ്ഷ് കോൺട്രിബ്യൂഷൻസ് റെസ്പെക്റ്റീവ്ലി കൊടുക്കുന്ന കാര്യമാണ്. പിന്നെ വരുന്ന വെച്ചാൽ ഇൻഡിവിജ്വൽസ് അണ്ടർ 45 ആണെങ്കിൽ യുവ ആ ഒരു ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് കൊടുക്കും. സെയിം ടൈം ടീമിൻ്റെ ആണെങ്കിൽ ടെക്നോളജി ഡെവലപ്മെൻറ്റ് കേസ് വരുന്നതാണെങ്കിൽ ആ ഒരു വിജ്ഞാൻ ടീം അവാർഡും കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ ആക്ച്വലി ലാസ്റ്റ് ഇയർ വന്നപ്പോൾ ഇവർ ഒരുപാട് ലൈക്ക് കമ്മിറ്റിയിൽ ആദ്യം തന്നെ ആൾക്കാർ പറഞ്ഞു ഇന്ന ആൾക്കാർക്ക് അവാർഡ് ഉണ്ട് സംസാരിച്ചു.
അപ്പോൾ അവർക്കൊരു ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ പിന്നീട് ലാസ്റ്റ് അവാർഡ് പ്രഖ്യാപിച്ചപ്പോഴാണെങ്കിൽ ഇവർക്ക് അവാർഡില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം കാരണം ഒരുപാട് ആൾക്കാർ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഓഫീസ് ഓഫ് ദി പ്രിൻസിപ്പൽ സയൻറ്റിഫിക് അഡ്വൈസറിന് എന്താ പറയുക ഈ ട്രാൻസ്പെറൻസി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ കമ്മിറ്റിയാണ് സെലക്ഷൻ ചെയ്യുന്നത്. ഇതിൽ എന്തൊക്കെയാണ് വേണ്ട ആൾക്കാർ, വേണ്ട കാര്യങ്ങളൊക്കെ രീതിയിൽ. പക്ഷേങ്കിൽ ഇത് പിന്നീട് ഇതിൻ്റെ മിനിസ്റ്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ആ ഒരു കമ്മിറ്റി ശുപാർശ കൊടുക്കുന്നുണ്ടാവും. എന്നിട്ട് അവരാണ് ഇതിനകത്ത് എന്താ പറയുക മേ ബി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഫൈനൽ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് അപ്പോൾ അവിടെ ഒരു പൊളിറ്റിക്കലിൻ്റെ ഒരു കാര്യങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ടാണ് ഈ പൊളിറ്റിസൈസേഷൻ നടക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പോൾ ആ പ്രശ്നം ഒഴിവാക്കാൻ രീതിയിൽ ഈ ആക്ച്വലി ഈ എഡിറ്റോറിയൽ പറഞ്ഞു വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ ശരിക്കും സയൻറ്റിസ്റ്റ് ആണ് ഈ ഒരു പിയേഴ്സിന് എന്താ പറയുക ഈ ഒരു സയൻസ് റിലേറ്റഡ് ഈ അവാർഡ് കൊടുക്കാൻ ഏറ്റവും എക്സലൻ്റ് ഉള്ള ആൾക്കാർ, അല്ലാതെ എന്താ പറയുക ഇവിടുത്തെ ബ്യൂറോക്രസിയോ മിനിസ്റ്റേഴ്സോ ആ ഒരു എക്സിക്യൂട്ടീവ് എല്ലാ രീതിയിലും സംസാരിക്കുന്നത്. അപ്പോൾ സയൻറ്റിസ്റ്റിന് തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, അവരാണ് ബെറ്റർ ഓപ്ഷൻ ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ഹാൻഡ്സ് ഓഫ് അപ്രോച്ചിൻ്റെ രീതിയിലും ഹെഡിങ് വരുന്നതും. ഓക്കെ, പ്രത്യേകിച്ച് ഇതൊരു കാര്യം GS2 ഗവേണൻസിലും റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളതും. ഓക്കെ, ഫൈൻ. നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു ആർട്ടിക്കിളിലേക്ക് പോവാം. ഇതിലെന്ന് വെച്ചാൽ ആക്ച്വലി ഇന്ത്യ ജപ്പാൻ ഒരുപാട് റിലേഷൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യ ജപ്പാൻ ഇപ്പം ഗവൺമെൻറ് ആണെങ്കിൽ ക്വാഡിലും ഇന്ത്യ ജപ്പാൻ ഉണ്ട്. സെയിം ടൈം എന്താ പറയുക ഒരുപാട് കമ്പനികളുടെ ഒരുപാട് റിലേഷൻസ് കാര്യങ്ങൾ. ഇപ്പോൾ സുസൂക്കി ആണെങ്കിൽ ഇന്ത്യയിൽ പണ്ട് തൊട്ടേ ആ ഒരു കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ലൈക്ക് റിസോഴ്സും കാര്യങ്ങളും പ്ലാന്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട് സുസുക്കി വാസ് എമംഗ് ദ ഫസ്റ്റ് ടു ബ്രിങ് ജപ്പാനീസ് എഞ്ചിനീയേഴ്സ് ടു ഇന്ത്യ ടു സ്ട്രീംലൈൻ പ്രോസസ് ആൻഡ് ട്രെയിൻ ഇന്ത്യൻ വർക്കേഴ്സ് ടു ബിൽഡ് ദ കാർ. അപ്പോൾ ആ രീതിയിൽ 1981 തൊട്ട് സുസുക്കി കാര്യങ്ങൾ ഇപ്പം ഇന്ത്യ കോഡിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഈ G2G ലൈക്ക് G2G B2B വെച്ചാൽ ബിസിനസ് ടു ബിസിനസ് ഗവൺമെൻറ് കാര്യങ്ങളിലൊക്കെ ഇന്ത്യ ആ ഒരു ജപ്പാൻ ടൈസ് നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ പീപ്പിൾ ടു പീപ്പിൾ ആ ഒരു ഇതിനകത്ത് ഇന്ത്യൻ ആ ഒരു കാര്യങ്ങൾ വളരെ ലാക്കാണ് രീതിയിലോട്ട് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളോട് സംസാരിക്കുന്നുണ്ട്. മെയിൻലി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഈ ഇന്ത്യ ജപ്പാൻ പീപ്പിൾ ടു പീപ്പിൾ വരുമ്പോൾ ശരിക്കും ഒരു പെർഫെക്റ്റ് കോംപ്ലിമെൻറ്റാരിറ്റി ഉണ്ടെന്ന് സംസാരിക്കുന്നത്. ഇതിലെന്താ കാര്യം എന്ന് വെച്ചാൽ ജപ്പാൻ എന്ന രാജ്യത്തിനകത്ത് ആകെ പോപ്പുലേഷൻ വരുന്നതിൽ 1/3 ആൾക്കാർ എന്താ 65 വയസ്സിന് കൂടുതൽ ആൾക്കാരാണ്. ഏജിങ് ആൻഡ് പോപ്പുലേഷൻ അവിടെ ശരിക്കും നിൽക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, സെയിം ടൈം ഇപ്പം ഇന്ത്യയിലാണെങ്കിലോ 65% ആൾക്കാർ എന്താ 1.4 ബില്യൺ എന്താ പറയുക ആൾക്കാരുടെ 65% ആൾക്കാരും അണ്ടർ 35 ആവും. അപ്പം യൂത്തിൻ്റെ ആ ഒരു മെയിൻലി യങ് ആയിട്ടുള്ള പോപ്പുലേഷൻ ശരിക്കും ഇന്ത്യയിൽ നിൽക്കുന്നത്. അപ്പം ഇവിടെ ആണെങ്കിൽ ജപ്പാനിലാണെങ്കിൽ അവിടുത്തെ വർക്ക് ഫോഴ്സിൽ അക്കാദമിക് റിസർച്ചിനകത്ത് ഒക്കെ മാർക്കറ്റിലേക്ക് ആയിട്ട് ഒരുപാട് ആൾക്കാർ ആവശ്യമുണ്ട്. അപ്പോൾ സെയിം ടൈം നമുക്ക് ഇന്ത്യ ആണെങ്കിലോ ഇപ്പം ഗവൺമെൻറ് ആണെങ്കിൽ എന്താ ഈ ആൾക്കാർ ഈ യൂത്തിൻ്റെ ആൾക്കാർക്കാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ അവരിവിടെ നാട്ടിൽ നിൽക്കാതെ കുറച്ച് സ്ഥലത്തേക്ക് പോകുന്നുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇപ്പം ഇന്ത്യൻ്റെ ആ ഒരു യങ് പോപ്പുലേഷൻ ആണെങ്കിലും ജപ്പാനിലെ അവിടെയുള്ള ഏജിങ് പോപ്പുലേഷൻ കാരണം അവിടെ ഉള്ളൊരു ആ വാക്വം അഡ്രസ്സ് ചെയ്യാനാണെങ്കിലും ശരിക്കും ഒരു രണ്ടും യോജിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് അവിടെ പെർഫെക്റ്റ് കോംപ്ലിമെൻറ്റാരിറ്റി എന്ന രീതിയിൽ ഒരു ടേം യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കാര്യം വെച്ചാൽ ഇത് രണ്ടും ആൾക്കാർ രണ്ട് രാജ്യങ്ങൾ നമ്മൾ പീപ്പിൾ ടൈസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശരിക്കും അത് സെറ്റായി പോകുന്ന കാര്യം സംസാരിക്കുന്നത്. പിന്നെ വരുന്ന വെച്ചാൽ എന്താണ് പ്രശ്നങ്ങൾ രീതിയിൽ ഇവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ആക്ച്വലി ഇന്ത്യനകത്ത് ഇപ്പം ലാംഗ്വേജ് സ്കിൽസ് ജാപ്പനീസ് ലാംഗ്വേജ് സ്കിൽസ് കുറവാണ്. സെയിം ടൈം അൺഫെമിലിയറിറ്റി ജപ്പാനുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ഈ ആർട്ടിക്കിളിനകത്ത് ശരിക്കും എന്തൊക്കെയാണ് ബാരിയേഴ്സ് എന്ന രീതിയിൽ മെൻഷൻ ചെയ്യുന്നത്. പിന്നെ വരുന്ന വെച്ചാൽ ഡാറ്റ നോക്കുന്നതാണെങ്കിൽ ആക്ച്വലി എന്താ ഇന്ത്യൻ്റെ കേസ് നോക്കുമ്പോൾ 34th among കൺട്രീസിലാണ് ജപ്പാൻ നിൽക്കുന്നത്. കാര്യം ഇന്ത്യൻ സ്റ്റുഡൻസ് ആകെ വേറെ സ്ഥലത്തേക്ക് ഹയർ എഡ്യൂക്കേഷൻ നോക്കുന്നതിൽ 34th ആണ് ജപ്പാൻ നിൽക്കുന്നത്. ആക്ച്വലി ആകെ 1500 സ്റ്റുഡൻസ് മാത്രമേ ജപ്പാനിൽ പ്രസൻ്റ്ലി പഠിക്കുന്നുള്ളൂ. ഓക്കെ, സെയിം നോക്കുമ്പോൾ ശരിക്കും അത് വളരെ ചെറിയൊരു എമൗണ്ടാണ് വരുന്നത്. ഓക്കെ,
നോക്കുന്നതാണെങ്കിൽ 3.3 ലാക്ക് ഫോറിൻ സ്റ്റുഡൻസ് ഉള്ള കേസിനകത്താണ് 1500 പേര് മാത്രം ഇന്ത്യയിൽ നിന്ന് പഠിക്കുന്ന ആൾക്കാരുടെ ഒരു കേസ് വരുന്നത്. അപ്പോൾ ശരിക്കും എന്താ പറയുക, ഇത് വളരെ കുറവാണ് ഇതിലൊരു ആർട്ടിക്കിൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ വരുന്നത് വെച്ചാൽ പീപ്പിൾ ടു പീപ്പിൾ കണക്ഷൻസ് കൂടെ മുമ്പോട്ട് കൊണ്ടുപോയി മാത്രമേ ഇന്ത്യ ജപ്പാൻ ആ ഒരു രീതിയിലുള്ള റിലേഷൻസ് മെച്ചപ്പെടാൻ വേണ്ടിയിട്ടും സെയിം ടൈം എന്താ പറയുക, ആ ഒരു രീതിയിലുള്ള രണ്ടിൻ്റെയും നീഡ്സ് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇപ്പം ഇവിടുത്തെ യൂത്തിനാണെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ ശരിക്കും ലഭിക്കുന്നുണ്ടാവും. സെയിം ടൈം അവിടുത്തെ ആ ഒരു വർക്ക് ഫോഴ്സ് ആയിട്ടും അക്കാദമിക്സിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലും ഒക്കെ ജപ്പാനിലുള്ള ഒരു വാക്യൂം നികത്താനും കൂടെ ആൾക്കാർ ഇവിടെ നിന്ന് വില്ലിങ്ങിന് മുമ്പോട്ട് പോകുന്നുണ്ടാവും. ആ ഒരു കാര്യമാണ് ശരിക്കും ഈ ഒരു ആർട്ടിക്കിൾ സംസാരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഇന്ത്യ ആസിയാൻ ടൈസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ 22ാമത് ആസിയാൻ ഇന്ത്യ സമ്മിറ്റ് ആക്ച്വലി വെർച്വലി നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആസിയാൻ്റെ ആ ഒരു ഇതിനകത്ത് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പുള്ളി മെയിൻലി 3 കാര്യങ്ങൾ സംസാരിച്ചത് എന്ന് വെച്ചാൽ, ഒന്ന് മാരിടൈം സെക്യൂരിറ്റിയാണ്. അവിടെ വരുന്നത് വെച്ചാൽ ഇപ്പോൾ ആക്ച്വലി പുള്ളി സംസാരിച്ചത് ഇപ്പം ഈ 2026 എന്നുള്ളത് ആസിയാൻ ഇന്ത്യ ഇയർ ഓഫ് മാരിടൈം കോപ്പറേഷൻ, ഒരു മാരിടൈം കാര്യങ്ങൾ, ആ ഒരു സെക്യൂരിറ്റി കൊണ്ടുവരേണ്ട കാര്യങ്ങൾ, ബാക്കിയുള്ള ഒരുപാട് മാരിടൈം കോപ്പറേഷൻസ് കാര്യങ്ങൾ അതൊക്കെയാണ് അവിടെ സംസാരിച്ചിട്ടുണ്ടായത്. ഓക്കെ, പിന്നെ വരുന്നത് വെച്ചാൽ ആക്ച്വലി ട്രേഡിൻ്റെ കാര്യങ്ങളാണ്. ആക്ച്വലി ഇവിടെ നമ്മളെ ഈ ആസിയാൻ ഇന്ത്യ ട്രേഡ് ഇൻ ഗുഡ്സ് അഗ്രിമെൻറ്റ് AITIGA, സെയിം ടൈം ആസിയാൻ ഇന്ത്യ പ്ലാൻ ഓഫ് ആക്ഷൻ 2026-2030. ഈ 2 കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ട്രെയിനിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് ആക്ച്വലി അറൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ടോക്സും കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ആയി പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് വെച്ചാൽ ആക്ച്വലി പുള്ളി ഇവിടെ തന്നെ ഒരുപാട് സംസാരിച്ചപ്പോൾ തന്നെ വരുന്നത് വെച്ചാൽ ഇപ്പം നമ്മുടെ ഒരു ന്യൂ മെമ്പർ വന്നിട്ടുണ്ട്. ന്യൂ മെമ്പർ എന്ന് വെച്ചാൽ ഈസ്റ്റ് ടിമോർ എന്ന രാജ്യം ആക്ച്വലി ഇതിനകത്ത് ഈ ആസിയാനിലേക്ക് ഒരു പുതിയൊരു മെമ്പർ ആഡ് ആയിട്ടുണ്ട്. 11ാമത്തെ രാജ്യമായിട്ടാണ് ഈസ്റ്റ് ടിമോർ. രാജ്യം ആഡായിട്ടുണ്ട്. പുള്ളി അവിടെ ആ ഒരു രാജ്യത്തിന് വെൽക്കം ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ബേസിക്കലി ആ ഒരു ഇതിനകത്ത് സംസാരിച്ചിട്ടുണ്ടായത്. പുള്ളി ശരിക്കും പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ, റോബസ്റ്റ് ഫൗണ്ടേഷൻ ഫോർ ഗ്ലോബൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റിന് ശരിക്കും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ആസിയ ആ ഒരു റിലേഷൻസ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വരുന്നത് വെച്ചാൽ ഇപ്പം ആക്ച്വലി ശരിക്കും നമ്മൾ 1/4 പോപ്പുലേഷൻ രീതിയിലാണ് ഈ ഒരു ഇന്ത്യ ആസിയാൻ്റെ മെയിൻലി ഉള്ള ആ ഒരു കളക്റ്റീവ് പോപ്പുലേഷൻ നോക്കുമ്പോൾ അറൗണ്ട് 1/4 പോപ്പുലേഷൻ രീതിയിൽ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ലൈക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴാണെങ്കിലും മെയിൻസിൻ്റെ ആൻസേഴ്സ് ഒക്കെ എഴുതുമ്പോഴാണെങ്കിലും ഇപ്പം ഇന്ത്യ ആസിയാൻ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ ഇൻട്രൊഡക്ഷൻസ് ഒക്കെ വിടുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ സംസാരിച്ചാൽ നന്നായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ജസ്റ്റ് ഇന്ത്യ ആസിയാൻ റിലേറ്റഡ് തന്നെ ഒരു പുതിയൊരു മെമ്പർ കൂടെ ഇവിടെ ആഡ് ആയി എന്ന് പറഞ്ഞല്ലോ. ആക്ച്വലി ഈസ്റ്റ് ടിമോർ എന്നുള്ള രാജ്യമാണ് ഇവിടെ പുതുതായിട്ട് ആഡ് ആയിട്ടുള്ള മെമ്പർ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന കാര്യങ്ങൾ? ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ആ മെമ്പറിനെ ആഡ് ആക്കുമ്പോൾ നമുക്കൊരു ഡയറക്റ്റ്ലി ഇന്ത്യ റിലേഷൻസ് വരുന്നില്ല. പക്ഷേ നമുക്ക് ആകെ വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ എവിടെയാണ് ലൊക്കേഷൻ വരുന്നത്. ഇപ്പോൾ ആക്ച്വലി ഇവിടെ കണ്ടോ, ഈസ്റ്റ് ടിമോർ എന്നുള്ളത് ഈ ഒരു റേഞ്ച് ഈ ഒരു സ്ഥലത്താണ് വരുന്നുണ്ടാവുക. ഇന്തോനേഷ്യൻ്റെ അടുത്തായിട്ട് ഒരു ഈസ്റ്റ് ടിമോറൻ രാജ്യം വരുന്നത്. ഈ ഒരു പാർട്ടി ഉണ്ട്. ക്യാപിറ്റൽ ദില്ലി എന്ന സ്ഥലമാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ആ രീതിയിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടും വരുന്നുണ്ടാവുള്ളൂ. എവിടെയാണ് ഈസ്റ്റ് ടിമോർ സ്ഥിതി ചെയ്യുന്നത്, എത്രാമത്തെ മെമ്പറാണ്, ആ കാര്യങ്ങൾ വരുന്നുണ്ടാവും. സെയിം ടൈം ഇപ്പം എന്തൊക്കെയാണ് ഇപ്പം ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു പോർച്ചുഗീസ് കോളനി ആയിരുന്നു ഈ ഒരു ഈസ്റ്റ് ടിമോർ എന്നുള്ളത്. 1975 ഇന്തോനേഷ്യ ഇൻവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 1999 ലൈക്ക് UN സൂപ്പർവൈസ്ഡ് റെഫറൻഡം വന്നു. ലാസ്റ്റ് ഇൻഡിപെൻഡൻസ് കിട്ടിയെന്ന് വെച്ചാൽ 2002 കേട്ടോ. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും വെച്ചാൽ എവിടെയാണ് ഇതിൻ്റെ ഒരു പൊസിഷൻസ് കാര്യങ്ങൾ ഇപ്പം പോകുന്ന 9 ഡിഗ്രി എസ് ഒരു ലറ്റോട് പോകുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും ഫിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്നതാണെങ്കിൽ. അടുത്ത വരുന്നത് വെച്ചാൽ ആക്ച്വലി നമ്മുടെ മോദിജി 127th ആയിട്ടുള്ള മൻ കി ബാത്ത് പുള്ളീനൊരു
ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് മൻ കി ബാത്ത് അഡ്രസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് റേഡിയോയിൽ പുള്ളി സംസാരിക്കുന്നതാണ്. അപ്പോൾ അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അടുത്ത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ പുള്ളി സംസാരിച്ച കാര്യങ്ങൾ ആ ഡീറ്റെയിൽസ് കൂടി സംസാരിക്കുന്നത്. ഓക്കെ, ഇവിടെ വെച്ചാൽ പുള്ളി ലൈക്ക് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യങ്ങൾ പ്രശംസ ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായി. കാരണം വെച്ചാൽ ഇപ്പം നമ്മുടെ ആ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് ആൾക്കാരുടെ പ്രൈഡ് കൊണ്ടുവന്നു, ആ രീതിയിൽ ഒരുപാട് സംസാരിച്ചു. ഓക്കെ, പിന്നീട് വരുന്നത് വെച്ചാൽ ആക്ച്വലി മാവോയിസ്റ്റിൻ്റെ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ. ഇപ്പം ലൈക്ക് ഇവിടെ തന്നെ നമ്മൾ ഇവിടെ അനാലിസിസ് തന്നെ ഈ ഒരു ടീം മെമ്പേഴ്സ് മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മാവോയിസ്റ്റിൻ്റെ ഒരുപാട് കുറഞ്ഞു വന്നിട്ടുണ്ട് കാര്യങ്ങൾ. ആ ഒരു ഡെവലപ്മെൻറ്റ്സിൻ്റെ നമ്മുടെ 2 prong സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. 2 prong സ്ട്രാറ്റജി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മാവോയിസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം എന്താ പറയുക, സെക്യൂരിറ്റി, ഡെവലപ്മെൻറ്റ്, ഈ സ്ട്രാറ്റജികളുടെ സക്സസ് ആണ് ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇപ്പം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പാർട്ടായിട്ട് തന്നെ നമ്മുടെ ഒരു മാവോയിസ്റ്റിൻ്റെ ഒരു സാധനം കുറഞ്ഞു വന്നു. അതൊക്കെ നമ്മളെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് പുള്ളി സംസാരിച്ചിട്ടുണ്ടായത്. ഓക്കെ, പിന്നീട് വരുന്നത് വെച്ചാൽ ആക്ച്വലി എന്താ GSTൻ്റെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് റേറ്റ് കട്ട് ചെയ്തത് ഇവിടെ ഇൻഡിജിനസ് ഗുഡ്സിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ, ആ ഒരു ഫെസ്റ്റിവൽ സീസണിനകത്ത് പർച്ചേസ് കൂട്ടാനും ആ രീതിയിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള രീതിയിൽ മോദിജി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആക്ച്വലി പിന്നെ വരുന്നത് വെച്ചാൽ ഒരുപാട് കമ്മ്യൂണിറ്റിയിലായിട്ട് ഇനിഷ്യേറ്റീവ്സിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു. ഈ എക്സാമ്പിൾസ് വെച്ച് നമ്മൾ കുറച്ചും കൂടെ ഒരു മെയിൻസ് എക്സാം എഴുതുന്ന സമയത്താണെങ്കിൽ ഒരുപാട് ഇപ്പം ഈ ഗാർബേജ് കഫേ എന്നൊരു എക്സാമ്പിൾ എന്താ ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ഈ വേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് വേസ്റ്റ് എക്സ്ചേഞ്ച് രീതിയിൽ എന്താ ഫുഡ് കൊടുക്കും, കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുഡ് കൊടുക്കും. അപ്പം ഇത് ഒരു യൂണിക് ഇനിഷ്യേറ്റീവാണ്. ഛത്തീസ്ഗഡിലെ അംബികാപൂർ മുനിസിപ്പൽ കോർപ്പറേഷനിൽ സ്റ്റാർട്ട് ചെയ്തൊരു ഇനിഷ്യേറ്റീവ് ആട്ടോ. ഇതൊക്കെ വെച്ചാൽ ഒരു മൻ കി ബാത്ത് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇപ്പം മെയിൻസിന് എക്സാം ആൻസർ എഴുതുമ്പോഴാണെങ്കിലും ഒരു വാല്യൂഡേഷൻ ചെയ്യുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ വരുന്ന ഒരുപാട് ബാംഗ്ലൂരിലൊരു കപിൽ ശർമ്മ ഒരു എഞ്ചിനീയർ ചെയ്തൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. 40 വെൽസ് റിവൈവ് ചെയ്തു, 6 ലേക്സ് ബംഗളൂരു, ആ രീതിയിലൊക്കെ ഒരു കാര്യങ്ങൾ ലോക്കൽ പീപ്പിളായി കൊളാബ് ചെയ്തുകൊണ്ടൊക്കെ ചെയ്ത ആക്ടിവിറ്റി ആയിരുന്നു സംസാരിക്കുന്നത്. പിന്നെ ചിലപ്പം ഗുജറാത്ത് തന്നെയുള്ള ഈ മാംഗ്രൂവ് പ്ലാന്റേഷൻ ക്യാമ്പയിൻ കാര്യങ്ങൾ നടന്ന കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇവിടെ സംസാരിച്ചിട്ടുള്ള മെയിൻലി ഉള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ സെൽഫ് റിലയൻസിൻ്റെ കേസ് നോക്കുന്നതാണെങ്കിൽ ഒരു BSFലും ലൈക്ക് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPFലൊക്കെ എന്താ ഇന്ത്യൻ ബ്രീഡ് ഡോഗ്സിൻ്റെ കൗണ്ടിൽ ആ ഒരു കണ്ടീജൻസിനകത്ത് ഒരുപാട് നമ്പർ ഇൻക്രീസ് ചെയ്യേണ്ട രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു സെൽഫ് റിലയൻസിൻ്റെ രീതിയിൽ അത് ബെറ്റർ ആയിട്ടുള്ള കാര്യമായ രീതിയിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുണ്ടായത്. പിന്നെ വെച്ചാൽ മെയിൻലി നമ്മൾ ആ ഒരു എന്തൊക്കെയാണ് കീ ആനിവേഴ്സറീസ് കാര്യങ്ങൾ സംസാരിച്ചു. ഇതെന്ന് വെച്ചാൽ ഇപ്പം ഈ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ആ ഒരു ബർത്ത് ആനിവേഴ്സറിയാണ് നടക്കുന്നത്. ഈ അതിൻ്റെ പാർട്ടായിട്ട് ഇപ്പം October 31 ഒരു രാഷ്ട്രീയ ഏകതാ ദിവസം നടക്കുന്നുണ്ട്. അതൊക്കെ ഒരു രാഷ്ട്രീയ ദിവസം ഒരു നാഷണൽ യൂണിറ്റി ഡേ രീതിയിൽ സംസാരിക്കുന്ന ഒരു ഡേ ആണ്. അപ്പോൾ ആ ഒരു കാര്യം റെലവൻ്റ് ആണ്. ഇതൊക്കെ മേ ബി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴാണെങ്കിൽ ഒരു എക്സാംസിനകത്ത് ഇപ്പോൾ ഒരു എന്താണ് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് രീതി ചോദിക്കാം, ആ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ഒരു ചിലപ്പം 150th ഇയർ ഓഫ് സെലിബ്രേഷൻ ആണ് വന്ദേ മാതരം എന്താ നമ്മുടെ നാഷണൽ സോങ് ആണ്. വന്ദേ മാതരം എന്നുള്ളത് നാഷണൽ സോങ് ആണ്. ഇത് ആക്ച്വലി ബങ്കിം ചന്ദ്ര ചാറ്റോപാധ്യായ പുള്ളിയാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറാണ് ലൈക്ക് ഇത് ഫസ്റ്റ് ടൈം പാടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് മാത്രമല്ല ഈ സംഭവം സംസ്കൃതത്തിൽ കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് പുള്ളി ലാസ്റ്റ് തന്നെ എന്തൊക്കെയാണ് സംസ്കൃതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിനകത്തുള്ള ഇന്നോവേഷൻസ് കാര്യങ്ങൾ, ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടക്കുന്ന കാര്യങ്ങളും ലൈക്ക് പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ബേസിക്കലി ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് കടക്കാം. ഇപ്പം എന്തൊക്കെയാണ് ഇന്ന് സംസാരിച്ചതെന്ന് വെച്ചാൽ ഒന്നാമത് നമ്മൾ ആദ്യം തന്നെ എന്താ സംസാരിച്ചത്, IUCN ആ ഒരു വെസ്റ്റേൺ ഗട്ട്സിന് റെഡ് ഫ്ലാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പം വെസ്റ്റേൺ ഗട്ട്സിനാണെങ്കിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് കൺസേൺ കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതൊരുപാട് പ്രശ്നങ്ങളും ചെയ്യുന്നുണ്ട്. ഒരുപാട് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ടൂറിസത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നങ്ങളുണ്ട്, ഇൻവേസീവ് സ്പീഷീസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ രീതിയിൽ സംസാരിച്ചു. ഓക്കെ, പിന്നെ വരുന്നത് വെച്ചാൽ ഇപ്പം ഓപ്പറേറ്റ് ഒരു ഉണ്ടായിരുന്നു ട്രസ്റ്റ് വേഴ്സസ് ഫേക്ക് റിയാലിറ്റി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ AI ഗവേണൻസിൻ്റെ ഫീൽഡിൽ ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുണ്ട്. നമുക്ക് എന്തൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ ആ ഒരു റെഗുലേഷൻസ് കാര്യങ്ങൾ ചെയ്യാനുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ടായത്. ഇപ്പോൾ ലാസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം ഒരു എക്സ്പ്ലെയിൻഡ് രീതിയിൽ ഇപ്പം ഈ AI റെഗുലേഷൻ തന്നെ സെയിം ടൈം എങ്ങനെയാണ് നമ്മുടെ ECI ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കാര്യങ്ങൾ ഇപ്പം പാർട്ടീസിനകത്തുള്ള ഒരുപാട് ഇപ്പം AI കണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെയാണ് ഈ ഒരു ഇലക്ഷൻ ഫീൽഡിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ അവിടെ എങ്ങനെ നമ്മളിത് മാനേജ് ചെയ്യേണ്ട രീതിയിൽ സംസാരിച്ചു.
ഒരു 10% ഒരു വിഷ്വൽ സ്പേസ്, ഓഡിയോ ഡിസ്ക്ലെയിമർ കൊടുക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ചാൽ മെയ്റ്റിൻ്റെ റൂൾസ് പ്രപ്പോസ് ചെയ്തത് അവിടെ. ഓക്കെ, ഇത് കൂടാതെ പിന്നെ എഡിറ്റോറിയൽ വന്നു. എഡിറ്റോറിയൽ എന്ന് വെച്ചാൽ ഹാൻഡ്സ് ഓഫ് അപ്രോച്ച് രീതിയിൽ സയൻസ് ആൻഡ് ടെക്നോളജിനകത്ത് ഇപ്പം രാഷ്ട്രീയ വിജ്ഞാന പുരസ്കാരമുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങൾ, ഒരു ഒരു അപ്രോച്ച് ചേഞ്ച് വരാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇതിനകത്ത് ഈ എക്സലൻസ് നോക്കുന്നതാണെങ്കിൽ അവിടെ തന്നെ സയൻറ്റിസ്റ്റുകളായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യാനും അത് മാനേജ് ചെയ്യാനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ മോർ ദാൻ ഒരു പൊളിറ്റിക്സും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിൻ്റെ കാര്യം കൊണ്ടുവരേണ്ട ആ രീതിയിലുള്ള സംസാരമാണ് ലൈക്ക് എഡിറ്റോറിയൽ സംസാരിച്ചിട്ടുണ്ടായത്. പിന്നെ വെച്ചാൽ നമ്മൾ പീപ്പിൾ ടു പീപ്പിൾ ടൈസ്, ജപ്പാനായിട്ടുള്ള റിലേഷൻസ് കൊണ്ടുവരണം കുറച്ചും കൂടി നന്നായിട്ട്. എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരുപാട് B2B G2G രീതിയിൽ ടൈസ് ഉണ്ട്, കുറച്ചും കൂടി ബെറ്റർ കൊണ്ടുവരാണ്ട് ആ രീതി സംസാരിച്ചു. ഡാറ്റ വെച്ച് നമ്മൾ സബ്സ്റ്റാൻഷ്യൽ ചെയ്തു. ഓക്കെ, പിന്നെ വെച്ചാൽ ഇന്ത്യ ആസിയാൻ ടൈസിനകത്ത് എന്തൊക്കെയാണ് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഒരു മാരിടൈം സെക്യൂരിറ്റിനകത്ത് ഒരുപാട് കാര്യം മുമ്പോട്ട് പോകാനുണ്ട്. 2026 മാരിടൈം സെക്യൂരിറ്റി കോർപ്പറേഷൻ ഇയർ ആയിട്ട് മാറ്റുന്നുണ്ട്. ആ രീതിയിൽ സംസാരിച്ചു. കൂടാതെ നമ്മൾ ട്രേഡിൻ്റെ കാര്യം സംസാരിച്ചു. അപ്പം തന്നെ പിന്നെ നമ്മളെന്താ നെക്സ്റ്റ് ഒരു പുതിയൊരു മെമ്പർ വന്നു, ഈസ്റ്റ് ടിമോർ എന്ന് പറഞ്ഞിട്ട്, ഒരു ആസിയാൻ നാഷനായിട്ട്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്, പ്ലേസസ് ന്യൂസ് എങ്ങനെയൊക്കെ അത് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നുണ്ടാവും ഈ ഈസ്റ്റ് ടിമോർ എന്നുള്ള രാജ്യം. ആ കാര്യം നമ്മൾ സംസാരിച്ചു. ഓക്കെ, ലാസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം പ്രധാനമന്ത്രിൻ്റെ ഒരു 127th മൻ കി ബാത്ത് നടന്നു. അപ്പം അതിനകത്ത് പുള്ളി സംസാരിച്ചിട്ടുള്ള ആ ഒരു സിന്ധൂറിൻ്റെ കാര്യങ്ങൾ, മുമ്പോട്ട് വന്ന ഇപ്പം മാവോയിസ്റ്റ് അറസ്റ്റും കുറഞ്ഞു വന്ന ഒരു കാര്യങ്ങൾ, നമ്മളാ ഒരു അച്ചീവ്മെൻ്റ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സെയിം ടൈം ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് കാര്യങ്ങളൊക്കെ ആ രീതിയിൽ അന്നത്തെ ആ ഒരു അഡ്രസ്സ് നടത്തിയ കാര്യങ്ങൾ ഇവിടെ നമ്മൾ സംസാരിച്ചു. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ പറഞ്ഞ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പം ഇത് കുറച്ചും കൂടെ എനിക്കൊരു എഫക്റ്റീവായി മുമ്പോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വെച്ചാൽ ഇപ്പം നമുക്ക് ബേസിക്കലി എന്തൊക്കെയാണ് ആർട്ടിക്കിൾ, എന്തൊക്കെ ഒരു എക്സാം പെർസ്പെക്റ്റീവ് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പം ഇനി ഒരു വരുന്ന ദിവസങ്ങളിൽ മേ ബി കാണുന്നുണ്ടാവും നമ്മൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്.